ശ്രീ ശ്യാംരാജ്, ഓപ്പറേഷൻ താമരയായിരുന്നോ മറ്റത്തൂരിൽ? അതിനകത്ത് എന്തോ ഓപ്പറേഷൻ താമരയാണ് മാധു. നിങ്ങളങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓമന പേരൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കാം. മാധ്യമങ്ങൾക്കൊരു വാർത്ത കിട്ടുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, അതിനകത്ത് ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിലവിൽ കേരളത്തിലും നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ നടന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചില നടപടികൾക്കും അപ്പുറത്തേക്ക് അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ കല്ലിയൂർ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 4 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിൻ്റെ 8 അംഗങ്ങളുണ്ട്. ഈ വിമതരായിട്ട് ജയിച്ചിട്ടുള്ള 2 പേരും കൂടിയുണ്ട്. CPM LDF-ന് 10 പേരുമുണ്ട്. അവിടെ നിങ്ങൾ LDF-ന്റെ പ്രതിനിധി വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, അവിടെ LDF-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരായിരുന്നു? കഴിഞ്ഞ 15 25 വർഷമായിട്ട് LDF തുടർച്ചയായിട്ട് ഭരിച്ചിരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ആ ഗ്രാമപഞ്ചായത്തിൽ 26ാമത്തെ വർഷം വരുമ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു? അത് കഴിഞ്ഞ തവണ, അതായത് 2020 അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന കോൺഗ്രസിന്റെ KR ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനകത്ത് അപ്പോൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും അന്നും ഇന്നും എടുത്തിട്ടുള്ള നിലപാട് LDF-നോടും UDF-നോടും ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസുകൾ ചെയ്യുകയില്ല എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ കേരളത്തിൽ ശ്രമിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ ശ്രമിച്ചാൽ അങ്ങനെ ഇടതുപക്ഷത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ മറിച്ചിടാവുന്ന ഒരുപാട് പഞ്ചായത്തുകളുണ്ടെന്നേ. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം LDF-നോടും UDF-നോടും സമദൂരം എന്നുള്ളതിനാണ്. 2 പേരെയും ഉൾപ്പെടുത്താതെ ഉള്ള ഒരു 3ാം മുന്നണിയായിട്ട് വരിക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, കോൺഗ്രസിലുണ്ടായിരുന്ന 8 പേര്, കോൺഗ്രസിന്റെ മെമ്പർമാരായിട്ട് ജയിച്ചിട്ടുള്ള 8 പേരും ഞങ്ങളത് തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരനും BJP സപ്പോർട്ട് ചെയ്യില്ല, ഒരു CPM-കാരനും BJP സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ അവർ രാജിവെച്ചതിന് ശേഷം, രാജിവെച്ചവർ കോൺഗ്രസ്സുകാരല്ല, രാജിവെച്ചതിന് ശേഷം 8 പേര് വരുന്നു. ഒരാളെ സ്വതന്ത്രമായിട്ടുള്ള കുട ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള ടെസി ജോസഫ്, അവരെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള ഒരു ചർച്ച വരുന്നു. സ്വാഭാവികമായിട്ട് LDF-നെ UDF-നെ ഒഴിവാക്കാൻ സ്വതന്ത്രക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു. അത് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമില്ല. അതിനകത്ത് നിങ്ങൾ ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ താമര എന്നൊക്കെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചോ. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാത്തൊന്നുമില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്തെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ അവിടെ അതിൻ്റെ ഉദാഹരണം കൂടി ഞാൻ പറയാം. അവിടെ LDF-ന് 8 സീറ്റാണുള്ളത്, 2 സ്വതന്ത്ര സീറ്റുണ്ട്. അവിടെ BJP-ക്കുള്ളത് 10 സീറ്റുകളാണ്. അവിടെ സ്വതന്ത്രരെ കൂട്ടുപിടിച്ചിട്ട് കഴിഞ്ഞ തവണ BJP-യോടൊപ്പം നിന്നിട്ടുള്ള സ്വതന്ത്രരെ കൂട്ടുപിടിച്ചിട്ട് അവിടെ ഭരണം LDF നേടിയിട്ടുണ്ടെന്നേ, അല്ലെങ്കിൽ സ്വതന്ത്രരെ അവിടുത്തെ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടെന്നേ. അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ പഞ്ചായത്ത്, അവിടെ BJP-ക്ക് 6 സീറ്റ്, UDF-ന് 5 സീറ്റ്, LDF-ന് 3 സീറ്റ്. അവിടെയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ള ഞങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് LDF-ഉം UDF-ഉം ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്നേ. അങ്ങ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ മറുപടി. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്ന ആളുകൾ, അവർക്ക് ഒരു പൊതു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാമെങ്കിൽ ഞങ്ങൾ അതിനെ പിന്തുണച്ചാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം BJP തിരിച്ചു വെക്കുമ്പോൾ എന്റെ വാക്കുകൾ വളച്ചൊരിക്കരുത് മാതൃ. സ്വതന്ത്രർ, കോൺഗ്രസോ CPM-ഓ അല്ലാത്തവർ, മാധുവിന്റെ വാക്ക് വളച്ചൊരിക്കരുത്. കോൺഗ്രസോ CPM-ഓ അല്ലാത്തവർ, LDF-ഓ UDF-ഓ അല്ലാത്തവരാണ്. അതെ, ഞാൻ അങ്ങനെ പറഞ്ഞത്. രാജിവെച്ച് കഴിയുമ്പോൾ അതാ പറഞ്ഞത്, രാജിവെച്ച് കഴിയുമ്പോൾ കോൺഗ്രസ്സുകാരല്ല എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് പിന്തുണയ്ക്കാം. അതിൽ നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനത്തിന് അപ്പുറത്തേക്കുള്ള ഒന്നുമില്ല എന്നുള്ളതാണ്. അത് അങ്ങ് വ്യക്തമാക്കുന്നു. അത് കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ട കാര്യമാണ്.